ഈ സർക്യൂട്ട് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ വരച്ചതാ. അപ്പൊ ഫീഡ്ബാക്ക് സർക്യൂട്ടിൽ എന്താ ഇവിടെ ഉള്ളത്? ഡയോഡ്. ഡയോഡിന് പകരം നമുക്ക് വേറെ ഒരു ആക്റ്റീവ് ഡിവൈസും കൂടി വെക്കാന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഏതായിരുന്നു അത്? ഡയോഡ് ഓർ പിന്നെന്ത് വെക്കാന്നാ ഞാൻ പറഞ്ഞത്? BJT വെക്കാം കേട്ടോ. നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ. അപ്പൊ നമ്മള് ഇവിടെ അനാലിസിസിന് വേണ്ടിയിട്ട് ഞാൻ 2 കറണ്ടാണ് മാർക്ക് ചെയ്യാൻ പോകുന്നത്. കാരണം ഈ ഒരു നോഡ്, ഈ നോഡിലാണ് നമ്മൾ KCL ഒക്കെ അപ്ലൈ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അതുകൊണ്ട് വന്നാല് ഇവിടുന്ന് പൊതി വരത്തുള്ളൂ മോളെ. എന്നിട്ട് ഹലോ. എന്നിട്ട് എന്താണ് നോക്കിക്കേ, ഈ നോൺ ഇൻവെർട്ടിംഗ് ടെർമിനൽ ഗ്രൗണ്ടഡ് ആണ്. അപ്പൊ നമ്മൾ വെർച്വൽ ഗ്രൗണ്ട് കൺസെപ്റ്റ് നമ്മൾ ഈ നോഡിൽ അപ്ലൈ ചെയ്യും. എന്നിട്ട് എന്താണ്, ഇതിലേക്കൂടിയുള്ള കറന്റ് ഫ്ലോ ഞാൻ I1 എന്നും പറഞ്ഞ് എടുക്കുന്നു. ഓക്കെ. ആൻഡ് കറന്റ് ത്രൂ എ ഡയോഡ് ഞാൻ ഇങ്ങനെ എടുക്കുന്നു. അത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. എന്നിട്ട് എന്താണ്, ഇതിന് അക്രോസ്, ഡയോഡിന് അക്രോസ് എപ്പോഴും ഒരു ഫോർവേഡ് വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവും അല്ലേ? ഓക്കെ. അതിനെ നമ്മൾ V എന്ന് എടുക്കുന്നു. ഇനി എന്താണ് ഞാൻ ചെയ്യാൻ പോകുന്നത് നോക്കിക്കേ. ഇനി നമ്മള് വെർച്വൽ ഗ്രൗണ്ട് കൺസെപ്റ്റ് വെച്ചിട്ട് വിയുടെ വോൾട്ടേജ് എത്രയാണ് വെർച്വൽ ഗ്രൗണ്ട് കൺസെപ്റ്റ് വെച്ചിട്ട്? വി ഐ ഇസ് ഈക്വൽ ടു, പറഞ്ഞോളൂ. അയ്യോ, അതൊക്കെ ഇനി വേഗം പറയാൻ പറ്റണ്ടേ. നമ്മുടെ ഈ പോസിറ്റീവില് കണക്ട് ചെയ്തിരിക്കുന്ന നോഡ് ഗ്രൗണ്ട് ചെയ്തിരിക്കുക. അപ്പൊ ഈ ബി എന്ന് പറഞ്ഞ ഈ നോഡിലുള്ള വോൾട്ടേജ് 0യാ. ഓക്കെ. ബൈ വെർച്വൽ ഗ്രൗണ്ട് കൺസെപ്റ്റ് വി ക്യാൻ സേ വോൾട്ടേജ് അറ്റ് നോഡ് എത്രയാന്നേരം? ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടെങ്കിൽ ഉണ്ടെന്നെങ്കിലും പറഞ്ഞോളൂ. ഉത്തരം പറഞ്ഞില്ലേലും. ഓഡിബിൾ ആണല്ലോ അല്ലേ? കേൾക്കാം. ഓക്കെ. അപ്പൊ വി ഐ ഇസ് ഈക്വൽ ടു 0 ആണ്. ഓക്കെ. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നറിയാവോ? ഈ വോൾട്ടേജ് എഴുതാണ്. ഈ ബി എന്ന് പറഞ്ഞാൽ എന്താ? അതായത് ജസ്റ്റ് ഇവിടെ KVL അപ്ലൈ ചെയ്യാണ്. ഈ ലൂപ്പിൽ നമ്മൾ ഇന്ന് KVL അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ, KVLന്റെ ആവശ്യമൊന്നുമില്ല, അല്ലാതെ ഈ ഗ്രൂപ്പിൽ നമ്മൾ ഒന്ന് KVL അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടുമെന്ന് അറിയാവോ? KVLിലേക്ക് പോലും പോകണ്ട, ഡയറക്ട്ലി നിങ്ങൾക്ക് എഴുതാം. P ഇസ് ഈക്വൽ ടു VA മൈനസ് V നോട്ട് എന്ന് എഴുതാം. KVL പോലും അപ്ലൈ ചെയ്യണ്ട, ഡയറക്ട്ലി എഴുതാം. എന്താണ് ഈ വോൾട്ടേജ് ഡ്രോപ്പ്? V എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എൻഡിലുള്ള വോൾട്ടേജ് മൈനസ് മറ്റേ എൻഡിലുള്ള വോൾട്ടേജ് എന്താണ്? V നോട്ട്. VA മൈനസ് V നോട്ട് ആയിരിക്കും നമ്മളുടെ ആ വോൾട്ടേജ് ഡ്രോപ്പ് എന്ന് പറയുന്നത്. പക്ഷെ VA എന്താണ്? 0 അല്ലേ? അപ്പൊ V എന്തായി? മൈനസ് V നോട്ട് ആയി. ഇതിനെ ഇക്വേഷൻ നമ്പർ 1 എന്ന് ഇടുക. ഓക്കെ. നൗ യു അപ്ലൈ KCL അപ്ലൈ ചെയ്യണം. എവിടെ അപ്ലൈ ചെയ്യുന്നത്? അറ്റ് നോഡ് A. ഓക്കെ. അറ്റ് നോഡ് എയില് KCL അപ്ലൈ ചെയ്യാം. KCL അപ്ലൈ ചെയ്യുമ്പം I1 I ആയിട്ടുള്ള റിലേഷൻ എങ്ങനെയാണ്? കറന്റ് എന്ററിംഗ് ദ ജംഗ്ഷൻ ഇസ് ഈക്വൽ ടു കറന്റ് ലീവിംഗ് ദ ജംഗ്ഷൻ, അല്ലെങ്കിൽ കറന്റ് എന്ററിംഗ് ദ നോഡ് ഇസ് ഈക്വൽ ടു കറന്റ് ലീവിംഗ് ദ നോഡ്. അപ്പൊ ഇവിടെ നോഡ് എയിൽ എന്റേർഡ് ആവുന്ന കറന്റ് ഏതാ? I1. ലീവ് ചെയ്യുന്ന കറന്റ് ഏതാണ്? IE. I. ഓക്കെ. വാട്ട് ഈസ് I1? I1 എന്ന് പറഞ്ഞ കറന്റ് എന്താണ്? ആറിൽ കൂടി ഫ്ലോ ചെയ്യുന്ന കറണ്ട് ആണ്. കണ്ടോ, ഈ ആറിൽ കൂടി ഫ്ലോ ചെയ്യുന്ന കറണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? വോൾട്ടേജ് ഡിവൈഡഡ് ബൈ R. വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറിന്റെ ഒരു എൻഡില് VIയും മറ്റേ എൻഡിൽ എന്താ? VA. അത് 0 ആണ്. ഡിവൈഡഡ് ബൈ R. അതാണ് എന്ത്? I1 എന്ന് പറയുന്നത്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു കറന്റ് ത്രൂ ദിസ് ഡയോഡ്. ഓക്കെ. ഇത് നിങ്ങൾ സർക്യൂട്ട്സിൽ ഡയോഡ് ഒക്കെ പഠിക്കുമ്പോൾ അവിടെ പഠിക്കും. കറന്റ് ഡയോഡ് ഇക്വേഷൻ ഉണ്ട്. I is equal to I0 into E raised to V by eta VT എന്ന് കേട്ടോ. ഒരു ഫോമുലയാണ്. നമ്മുടെ ഡയോഡ് കറന്റ് ഇക്വേഷൻ ആണ് ഇത്. ഡയോഡിൽ കൂടി ഫ്ലോ ചെയ്യുന്ന കറന്റിന്റെ ഇക്വേഷൻ ആണ് ഞാൻ ഈ പറഞ്ഞിരിക്കുന്നത്. I is equal to I0 into E raised to V by eta VT എന്ന് പറയും കേട്ടോ. അപ്പൊ ഈ ഒരു ഇക്വേഷൻ ആണ് നമ്മൾ ഇവിടെ എടുത്ത് ഇടാൻ പോകുന്നത്. ഡയോഡ് കറന്റ് ഇക്വേഷൻ ആണ്. ഓക്കെ. പഠിക്കുന്നതാണ്, സർക്യൂട്ട്സിലൊക്കെ നമ്മൾ പഠിക്കും. ഡയോഡിന്റെ കറന്റ് ഇക്വേഷൻ ആണ്. ഇവിടെ ഈറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഐഡിയാലിറ്റി ഫാക്ടർ എന്ന് പറയും കേട്ടോ. ഈറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഐഡിയാലിറ്റി ഫാക്ടർ എന്നാണ് പറയുന്നത്. ഐഡിയാലിറ്റി ഫാക്ടർ.
ഓക്കെ, നോർമലി അത് 1 ആയിട്ടൊക്കെ എടുക്കും അൺലെസ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ലെങ്കിൽ. പിന്നെ വി ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെർമൽ ഇക്വലന്റ് വോൾട്ടേജ് ആണ് വി ടി. നോർമലി വി ടിയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ ആ റൂം ടെമ്പറേച്ചർ നമ്മൾ 26 മില്ലി വോൾട്ട് ആയിട്ട് എടുക്കും. ഓക്കെ, വോൾട്ട് ഇക്വലന്റ് ടെമ്പറേച്ചർ എന്നൊക്കെ പറയും. അത് റൂം ടെമ്പറേച്ചറിൽ നമ്മൾ 26 മില്ലി വോൾട്ട് ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ആ ഇറ്റയും വി ടി ഇതിനകത്ത് നോർമലി കോൺസ്റ്റന്റ് തന്നെയാണ്. സോ വി ഐ മൈനസ് 0 ബൈ ആർ ഇസ് ഈക്വൽ ടു ഐ എന്ന് പറയുന്ന കറന്റ് ത്രൂ ദ ഡയോഡ് ആണ്. അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? അതിന്റെ ഐനോട്ട് എന്ന് പറഞ്ഞാൽ റിവേഴ്സ് സാച്ചുറേഷൻ കറന്റ് ആണ്, ഇൻറ്റു ഇ റേസ് ടു വി ബൈ ഈറ്റ വി ടി. ഈ കറന്റ് ഇക്വേഷൻ നിങ്ങൾ പഠിച്ചില്ലെങ്കിൽ നിങ്ങൾ ഇനി ഡയോഡിൽ പഠിക്കും കേട്ടോ. ഓക്കെ, ഇനി ഇതിനകത്തൊന്ന് ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് നോക്കിയേ. ഇതിനെ ഞാൻ എങ്ങനെ എഴുതാൻ പറ്റും? വി ഐ ഡിവൈഡഡ് ബൈ ആർ ഇസ് ഈക്വൽ ടു ഐ നോട്ട് ഇൻറ്റു ഇ റേസ് ടു വി ബൈ ഈറ്റ വി ടി എന്ന് എഴുതും. ഇതിനെ ഒന്നുകൂടി ഒന്ന് റീഅറേഞ്ച് ചെയ്ത് ഐ നോട്ട് ഇപ്പുറത്തേക്ക് കൊണ്ടുവരുവാണെങ്കിൽ എന്ത് കിട്ടും? വി ഐ ഡിവൈഡഡ് ബൈ ഐ നോട്ട് ഇൻറ്റു ആർ ഇസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ്, താഴേക്ക് എഴുതാതെ, ഇസ് ഈക്വൽ ടു ഇ റേസ് ടു എന്താണ് വരുന്നത്? മൈനസ് വി നോട്ട് ഡിവൈഡഡ് ബൈ, ഒരു മിനിറ്റ്, ഓക്കെ, വി നോട്ട് ഡിവൈഡഡ് ബൈ ഈറ്റ വി ടി എന്ന് കിട്ടും കേട്ടോ. ഒന്ന് റിയറേഞ്ച് ചെയ്തിരിക്കുക. ഇനി എന്താണെന്ന് അറിയാമോ? രണ്ട് സൈഡിൽ നിങ്ങൾ നാച്ചുറൽ ലോഗ് എടുക്കുക. ഈ അനാലിസിസ് ഒക്കെ നിങ്ങൾ പഠിക്കണം കേട്ടോ. കാരണം ഇതിന്റെ ബൈ ഹാർട്ട് ചെയ്ത് വെക്കേണ്ട ഇക്വേഷൻ ഒന്നുമില്ല. അനാലിസിസ് ഇങ്ങനെ തന്നെ പഠിക്കണം. കാരണം പ്രോബ്ലം വരുമ്പോഴത്തേക്കും ഈ ഓരോ ആപ്ലിക്കേഷനിൽ നിന്നും ഓരോ പ്രോബ്ലം ആയിട്ട് തന്നെ അവർക്ക് ചോദിക്കാം. അപ്പൊ അനാലിസിസ് അറിയാമെങ്കിലേ നമുക്ക് ആ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, നൗ യു ടേക്ക് നാച്ചുറൽ ലോഗ് ഓൺ ബോത്ത് സൈഡ്. എൽ എന്ന് പറഞ്ഞാൽ എന്താണ്? എൽ എന്ന് പറഞ്ഞാൽ ലോഗ് ടു ദ ബേസ് ഇ ആണ് കേട്ടോ. ലോഗ് ടു ദ ബേസ് ഇ ആണ് എൽ എൻ, നാച്ചുറൽ ലോഗ് ടു ദ ബേസ് ഇ ആണ്. ഓക്കെ, അപ്പൊ ഈ രണ്ട് സൈഡിൽ നിങ്ങൾ നാച്ചുറൽ ലോഗ് എടുത്തോളൂ. അപ്പൊ നാച്ചുറൽ ലോഗ് എടുക്കുമ്പോഴത്തേക്ക് എന്താ കിട്ടുന്നത്? ടേക്കിംഗ് ലോഗ്, ഓക്കെ, എൽ എൻ വി ഐ ഡിവൈഡഡ് ബൈ ഐ നോട്ട് ഇൻറ്റു ആർ ഇസ് ഈക്വൽ ടു മൈനസ് വി നോട്ട് ഡിവൈഡഡ് ബൈ, അല്ലേ, അതറിയാമല്ലോ നിങ്ങൾക്ക്. ഇപ്പൊ ലോഗ് എ ടു ദ പവർ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ബി ലോഗ് എ എന്നല്ലേ. സെയിം തിങ് ഇവിടെ ലോഗിന് വരെ എൽ എൻ അപ്ലൈ ചെയ്യുവാണെങ്കിൽ അത് തന്നെ ബി എൽ എൻ എ എന്ന് പറയും. അപ്പൊ ഇവിടെ ഇയുടെ പവർ ആണ്, ഇ റേസ് ടു സംതിങ് ആണ്. അപ്പൊ പവർ നമുക്ക് താഴെ എഴുതാം. ലോഗിന്റെ സാധാ സിമ്പിൾ റൂള്. ഓക്കെ, ഇൻറ്റു ലോഗ് ഇ ടു ദ ബേസ് ഇ. ഇതെന്താണ്? 1 ആണ്. ഓക്കെ, ഇതിന്റെ വാല്യൂ എത്രയാണ്? 1 ആണ്. ഓക്കെ, അപ്പൊ ഇതിന് എന്ത് കിട്ടും നിങ്ങൾക്ക്? വി വിൽ ഗെറ്റ് വി നോട്ട് ഇസ് ഈക്വൽ ടു, ആ മൈനസും ബാക്കിയെല്ലാം ഞാൻ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുവാണ്, മൈനസ് ഈറ്റ വി ടി ഇൻറ്റു എൽ എൻ ഇൻപുട്ട് വോൾട്ടേജ് ഡിവൈഡഡ് ബൈ ഐ നോട്ട് ഇൻറ്റു ആർ എന്ന് എഴുതാം. ഓക്കെ, ഇതിൽ നിന്ന് നമുക്ക് എന്ത് പറയാം? ഔട്ട്പുട്ട് വോൾട്ടേജ് എന്തിന് പ്രപ്പോർഷണലാന്ന് പറയാം? എൽ എൻ ഓഫ് ഈ വി ഇൻപുട്ട്. പക്ഷെ ഈ വി ഇൻപുട്ടിന്റെ കൂടെ ഇവിടെ ഒരു ഐ നോട്ടും ആറും ഉണ്ട്. പിന്നെ ഇതൊക്കെ നമുക്ക് ഇത് ഞാൻ കോൺസ്റ്റന്റ് ആയിട്ട് എടുത്തിരിക്കുകയാണ്. ഇത് കോൺസ്റ്റന്റ് ആയിട്ട് എടുത്തിരിക്കുന്നത് കൊണ്ടാണ് ഞാനിവിടെ ഡയറക്ട്ലി പ്രപ്പോർഷണാലിറ്റി സൈൻ ഇട്ടത്. ബിക്കോസ് ഈറ്റ ഐഡിയാലിറ്റി ഫാക്ടർ ആണ്. വി ടി എന്ന് പറയുന്നതിന്റെ റൂം ടെമ്പറേച്ചറിൽ 26 മില്ലി വോൾട്ട് ആണ്, വോൾട്ട് ഇക്വലന്റ് ടെമ്പറേച്ചറിൽ. അപ്പൊ അതുകൊണ്ട് ഡയറക്ട്ലി പ്രപ്പോർഷൻ എടുത്തു, അസ്യൂമിങ് ദിസ് ഈസ് എ കോൺസ്റ്റന്റ്. ഐ നോട്ട് ഇൻറ്റു ആറും നമുക്ക്, അതിനോട്ട് പറഞ്ഞാൽ റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് ആണ്. അത് ആ ഒരു ഡയോഡിന് അതിന്റെ വാല്യൂ കോൺസ്റ്റന്റ് ആയിരിക്കും. പിന്നെ ആർ എന്ന് പറഞ്ഞ റെസിസ്റ്ററും ഫിക്സഡ് വാല്യൂ ആണ്. അപ്പൊ അതിനെ ഞാൻ കെ എന്ന് എഴുതുക, കെ ടൈംസ് വി ഐ എന്ന് എഴുതി. ഓക്കെ, അതായത് 1 ബൈ ഐ നോട്ട് ഇൻറ്റു ആറിനെ ഞാൻ ഇവിടെ കെ എന്ന് എഴുതി. ഇങ്ങനെ എഴുതാമല്ലോ. ഇതാണ് നമുക്ക് വേണ്ടിയ ഇക്വേഷൻ. അപ്പൊ നമുക്ക് ഇവിടെ എന്താ കിട്ടിയത്? ലോഗറിതമിക് ആംപ്ലിഫയർ അല്ലെങ്കിൽ ലോഗ് ആംപ്ലിഫയറിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്താണ്? പ്രപ്പോർഷണൽ ടു ലോഗറിതം ഓഫ് ഇൻപുട്ട് ആണ്. ഓക്കെ, എൽ എൻ മീൻസ് നാച്ചുറൽ ലോഗ് ആണ്. സോ വി ക്യാൻ സേ ദ ഔട്ട്പുട്ട് വോൾട്ടേജ്, അതാണ് നമുക്ക് ലോഗറിതമിക് ആംപ്ലിഫയറിൽ വേണ്ടത്, അല്ലേ. സോ വി ക്യാൻ സേ ദ ഔട്ട്പുട്ട് വോൾട്ടേജ് ഈസ് പ്രപ്പോർഷണൽ. ഔട്ട്പുട്ട് വോൾട്ടേജ് ഈസ് പ്രപ്പോർഷണൽ ടു ലോഗറിതം ഓഫ് ഇൻപുട്ട് എന്ന് പറയാം. ഓക്കെ,
അപ്പൊ ഇതാണ് നമുക്ക് വേണ്ട റിസൾട്ട്. ഇതിന് സംശയമൊന്നും ഇല്ലല്ലോ. അപ്പൊ ഇതാണ് നമ്മുടെ ലോഗ് ആംപ്ലിഫയർ അനാലിസിസ്. സിമ്പിൾ അനാലിസിസ് ആണ്. ഓക്കെ, ഇനി ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു നിങ്ങൾ, ഡയോഡിന് വരെ നമുക്ക് എന്തുകൂടി ഉപയോഗിക്കാം? വി ക്യാൻ ഓൾസോ യൂസ് BJT. ആ ഫീഡ്ബാക്ക് പാത്തിനകത്ത് നമുക്ക് BJT ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, BJT ക്യാൻ ഓൾസോ BJT can also be used in place of diode. ഓക്കെ, അപ്പൊ അങ്ങനെ ആകുമ്പോഴത്തേക്ക് നമ്മുടെ സർക്യൂട്ട് എന്ത് വരിക? നമ്മുടെ ആംപ്ലിഫയർ മൈനസ് പ്ലസ് ഇത് നമ്മുടെ ഗ്രൗണ്ട് ചെയ്യും. ഇൻപുട്ട് വോൾട്ടേജ് ത്രൂ എ റെസിസ്റ്റർ R അപ്ലൈ ടു ദ ഇൻവേർട്ടിംഗ് ടെർമിനൽ. എന്നിട്ട് ഫീഡ്ബാക്ക് പാത്തിൽ ഡയോഡിന് വരെ എന്താ വെക്കാൻ പോകുന്നത് നോക്കിക്കേ? ഒരു ട്രാൻസിസ്റ്റർ വെക്കും. പക്ഷെ ട്രാൻസിസ്റ്ററിന്റെ 3 ടെർമിനലും നമുക്ക് വേണ്ട. നമ്മുടെ ഡയോഡിൽ നമുക്ക് PU N-ഉം 2 ടെർമിനലിലേ ഉള്ളൂ. അതുകൊണ്ട് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന 2 ടെർമിനലേ നമ്മൾ യൂസ് ചെയ്യത്തുള്ളൂ. ഒന്ന് അതിന്റെ കളക്ടർ ടെർമിനലും ഒന്ന് അതിന്റെ എമിറ്റർ ടെർമിനലും മാത്രമേ നമ്മൾ യൂസ് ചെയ്യത്തുള്ളൂ. എന്നിട്ട് ഇത് എമിറ്റർ. ബേസ് എന്ത് ചെയ്യുന്നറിയാവോ? ഡയോഡിന്റെ എഫക്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കൂടിയാണ് ആ ബേസ് നമ്മൾ അങ്ങ് ഗ്രൗണ്ട് ചെയ്യും. ബേസ് ഗ്രൗണ്ട് ചെയ്യും. ജസ്റ്റ് 2 ടെർമിനലുള്ള ഡയോഡ് നമ്മൾ ട്രാൻസിസ്റ്റർ നമ്മൾ യൂസ് ചെയ്യും. 2 ടെർമിനൽ യൂസ് ചെയ്യുന്നത് കളക്ടറും എമിറ്ററും. ബേസ് ഡയറക്ട്ലി നമ്മൾ ഗ്രൗണ്ട് ചെയ്തിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അനാലിസിസിന് വേണ്ടിയിട്ട് നമ്മൾ ഈ കറണ്ടുകളൊക്കെ ഒന്ന് മാർക്ക് ചെയ്യാം നിങ്ങൾ. ഓക്കെ, ഇതിൽ കൂടി ഫ്ലോ ചെയ്യുന്ന കറണ്ട് എന്താണ്? I is the current flowing to this. ഇതിന്റെ കളക്ടർ ടെർമിനലിലെ ട്രാൻസിസ്റ്ററിന്റെ കളക്ടർ ടെർമിനലിലെ ഇത് നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലെ? ട്രാൻസിസ്റ്ററിന്റെ ആരോ വരുന്ന ടെർമിനലാണ് എമിറ്റർ. ഇത് ബേസ്, ഇത് എന്താണ്? കളക്ടർ. അപ്പൊ ഈ കളക്ടറിൽ കൂടി ഫ്ലോ ചെയ്യുന്ന കറണ്ടിനെ ഞാൻ കളക്ടർ കറണ്ട് IC എന്ന് എടുക്കാൻ പോവാണ് കേട്ടോ. IC എന്ന് എടുക്കാൻ പോവാണ്. ഓർ ഈ കളക്ടർ കറണ്ടിനെ IC ഓർ I ഒരു നൊട്ടേഷൻ. ബിക്കോസ് കാരണം എന്താ? ഈ I തന്നെയല്ലേ. കാരണം ഈ ബൈ അതായത് ഇതിനകത്തൂടി ഐഡിയലി നമുക്ക് പറയാൻ പറ്റും ഈ കറണ്ട് എന്താ? ഇൻവേർട്ടിംഗ് ടെർമിനലിലേക്ക് ഫ്ലോ ചെയ്യുന്നതിന്റെ കറണ്ടിന്റെ വാല്യൂ എന്തുവാ? പറയാം ആർക്കെങ്കിലും? ടെർമിനലിലേക്ക് ഫ്ലോ ചെയ്യുന്ന കറണ്ടിന്റെ വാല്യൂ എത്രയാ? പറഞ്ഞോളൂ, എത്രയാ? നമ്മൾ കഴിഞ്ഞ അനാലിസിസിലൊക്കെ എടുത്തല്ലേ? 0 ആണല്ലേ? ബിക്കോസ് ആ ടെർമിനലിനുള്ളിലേക്ക് കറണ്ട് ഒന്നും ഫ്ലോ ചെയ്യുന്നില്ല. ഐഡിയലി നമ്മൾ അത് ഓൾറെഡി പഠിച്ചതാണ്. അതിന്റെ അർത്ഥം ഈ മൊത്തം ഈ I കറണ്ടും എങ്ങോട്ടേക്ക് ഫ്ലോ ചെയ്യും? ഇതുവഴി വന്ന് ഇങ്ങോട്ടേക്ക് തന്നെ ഫ്ലോ ചെയ്യും. ഒന്നും അതിന്റെ ഇൻപുട്ടിലേക്ക് ഫ്ലോ ചെയ്തില്ല. അതുകൊണ്ടാണ് ഞാൻ ആ കളക്ടർ കറണ്ടിനെ ഈക്വൽ ടു ദിസ് ഇൻപുട്ട് കറണ്ട് I എന്ന് എടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ആ വോൾട്ടേജ് മാർക്ക് ചെയ്യണം. ഇത് ബേസ് ആണല്ലോ, ഇത് എമിറ്റർ ആണല്ലോ. ഈ വോൾട്ടേജിനെ ബേസ് എമിറ്റർ വോൾട്ടേജ് ആണെന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. നോർമലി നമ്മൾ അങ്ങനെയാണ് ബൈ ഡിഫോൾട്ട്. ഇതിനെ VBE എന്ന് റെപ്രസെന്റ് ചെയ്യും. ഈ കളക്ടർ എമിറ്റർ വോൾട്ടേജിനെ നമ്മൾ VCE എന്ന് റെപ്രസെന്റ് ചെയ്യും. ഇവിടെ കളക്ടർ എമിറ്റർ വേണ്ട, നമുക്ക് തൽക്കാലം ബേസ് എമിറ്റർ വോൾട്ടേജ് മാത്രം മതി. അപ്പൊ അതും മാർക്ക് ചെയ്യാം. ഓക്കെ, പിന്നെ ഇവിടെ നിങ്ങൾ ഓർക്കേണ്ട മറ്റൊരു കാര്യം, ഇത് ചോദിച്ചിട്ടുള്ളതാണ് എക്സാമിന്. എക്സാമിന് ചോദിച്ചിട്ടുള്ളതെന്നല്ല, ഞാൻ ഈ ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്. ഇവിടെ യൂസ് ചെയ്യുന്ന ട്രാൻസിസ്റ്റർ ഏത് റീജിയനിലാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഓർക്കണം, ട്രാൻസിസ്റ്റർ ഓൾവേസ് ഇൻ ആക്റ്റീവ് റീജിയൻ ആണ് കേട്ടോ. ട്രാൻസിസ്റ്റർ ഈസ് ഓൾവേസ് ഇൻ ആക്റ്റീവ് റീജിയൻ ആണ്. കാരണം ഇവിടെ കളക്ടർ വോൾട്ടേജും ബേസ് വോൾട്ടേജും ശരിക്കും 0 ആണ്. ബിക്കോസ് കളക്ടർ വോൾട്ടേജ് ഇത് ഇവിടേക്ക് കണക്ട് ചെയ്തിരിക്കുക. ഇത് നോർമലി ബൈ വെർച്വൽ ഗ്രൗണ്ട് കൺസെപ്റ്റ് 0 എന്ന് നമുക്ക് പറയാൻ പറ്റും. നിങ്ങൾ ഇത് ഓർത്ത് വെച്ചാൽ മതി. അതിന്റെ അനാലിസിസിലേക്ക് പോകണ്ട. ട്രാൻസിസ്റ്റർ ഇവിടെ ആക്റ്റീവ് റീജിയനിലാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. ഇത് ചോദിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. ഓക്കെ, ഇനി അനാലിസിസിന് വേണ്ടിയിട്ട് ഈ നോഡ് A എന്ന് പറഞ്ഞ് എടുക്കാം. വോൾട്ടേജ് അറ്റ് നോഡ് എത്രയാണ്? എത്രയാ വോൾട്ടേജ് അറ്റ് നോഡ്? പറഞ്ഞേ, നമ്മളിപ്പം തൊട്ട് ലോഗ് ആംപ്ലിഫയറിന്റെ ഡയോഡിന്റെ കേസിലും പറഞ്ഞതല്ലേ. എന്താണ് വോൾട്ടേജ് അറ്റ് നോഡ് A? 0. ഇനി VBE ബേസ് എമിറ്റർ വോൾട്ടേജ്. VXY യുടെ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് VX മൈനസ് VY എന്ന് എഴുതാം ഇൻ ജനറലി. സോ VBE നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? VB മൈനസ് VE എന്ന് എഴുതാം. ഇനി ഈ ബേസ് വോൾട്ടേജ് എന്താണ്? ബേസ് ഗ്രൗണ്ടഡ് അല്ലേ? ബേസ് ഗ്രൗണ്ടഡ് ആയതുകൊണ്ട് ബേസ് വോൾട്ടേജ് എന്താണ്? 0 ആണ്. ഓക്കെ, ഇനി എമിറ്റർ. ഈ എമിറ്റർ ടെർമിനൽ എവിടേക്കാ കണക്ട് ചെയ്തിരിക്കുന്നത്? നിങ്ങൾ നോക്കിക്കേ, ഔട്ട്പുട്ട് ടെർമിനലിലേക്കല്ലേ എമിറ്റർ കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പം ആ എമിറ്ററിലുള്ള വോൾട്ടേജ് എന്തിന് ഈക്വൽ ആണ്? ഔട്ട്പുട്ടിലുള്ള വോൾട്ടേജിന് ഈക്വൽ ആണ്. ബിക്കോസ് എമിറ്റർ ടെർമിനൽ ഈസ് ഡയറക്ട്ലി കണക്റ്റഡ് ടു ദ ഔട്ട്പുട്ട് പോർട്ട്. അപ്പൊ ഈ വോൾട്ടേജ് തന്നെയായിരിക്കും എന്ത്? ഈ VEക്ക് വരുന്ന സെയിം ആയിരിക്കും. അപ്പൊ 0 മൈനസ് V0 എന്ന് എഴുതാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് കിട്ടും V0 ഇസ് ഈക്വൽ ടു മൈനസ് VBE എന്ന് കിട്ടും. ഓക്കെ, ഇതിലൊന്നും ഡൗട്ട് ഇല്ലല്ലോ ആർക്കും? ഇങ്ങനെ എഴുതാം. അനാലിസിസ് പഠിച്ചോണേ, ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഇനി ഞാനൊരു കാര്യം പറയാണ്. ഓക്കെ, ഈ
ട്രാൻസിസ്റ്റർ ഇവിടെ ബി ജെ ടിയുടെ കളക്ടർ കറണ്ടിന്റെ ഒരു ഇക്വേഷൻ ഉണ്ട്. നിങ്ങൾ SSD അല്ലെങ്കിൽ സർക്യൂട്ട്സിൽ പഠിച്ചില്ലെങ്കിൽ ഇനി പഠിക്കും കേട്ടോ. ബി ജെ ടിയുടെ അതായത് ഫോർ ബി ജെ ടി അതിന്റെ കളക്ടർ കറണ്ടിനെ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. ദാറ്റ് ഇസ് സാച്ചുറേഷൻ കറണ്ട് IS ഇൻറ്റു VBE/VT എന്ന് എഴുതാം. നമ്മൾ ഡയോഡിലെ ഡയോഡ് കറണ്ട് ഇക്വേഷൻ എഴുതിയതുപോലെ തന്നെ ഇവിടെ ഈറ്റ ഇല്ല. ബിക്കോസ് ബി ജെ ടിക്ക് നമ്മൾ ഈറ്റ കൺസിഡർ ചെയ്യത്തില്ല. ബിക്കോസ് ഈറ്റ ഇസ് ഈക്വൽ ടു 1 ഫോർ ബി ജെ ടി ആണ്. ഓക്കെ, അതുകൊണ്ട് ഇത്രേ വരത്തുള്ളൂ. അപ്പൊ ഇത് ബി ജെ ടിയുടെ ഇക്വേഷൻ ആണ്. ഇത് നിങ്ങൾ ഓർത്ത് വെക്കണം. ബി ജെ ടിയുടെ കളക്ടർ കറണ്ടിന്റെ ഇക്വേഷൻ ആണ്. ഓക്കെ, ഇത് ഓക്കെ. ഇനി ഫ്രം ദ ഫിഗർ ഐ എന്ത് എഴുതാൻ പറ്റും നിങ്ങൾക്ക്? ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഐ ഇസ് ഈക്വൽ ടു ഇൻപുട്ട് വോൾട്ടേജ് ബൈ ഇൻപുട്ട് റെസിസ്റ്റൻസ്. ഈ റെസിസ്റ്റൻസ് R ആണെങ്കിൽ ഐ എന്ന് പറഞ്ഞാൽ എന്താണ്? VI മൈനസ് വോൾട്ടേജ് അറ്റ് നോഡ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സീറോ അല്ലേ വെർച്വൽ ഗ്രൗണ്ട് കൺസെപ്റ്റ് പ്രകാരം. ഇതെന്താണ്? ഇത് വെർച്വൽ ഗ്രൗണ്ട് കൺസെപ്റ്റ് പ്രകാരം VA സീറോ എന്ന് നമുക്ക് പറയാം. സോ ഐ എന്ന് പറഞ്ഞാൽ V ഇൻപുട്ട് ഡിവൈഡഡ് ബൈ R ആണ്. അതിന് സംശയമൊന്നുമില്ലല്ലോ. ഓക്കെ, നൗ വാട്ട് ഈസ് ദിസ് ഐ? ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കളക്ടർ കറണ്ട് ഈക്വൽ ആണെന്ന് ഞാൻ ഇവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടില്ലേ? കണ്ടോ, ഇതേ കറണ്ട് ഈ ഐ തന്നെയാണ് ഇങ്ങോട്ടേക്കും ഫ്ലോ ചെയ്യുന്നത്. IC ഈക്വൽ ടു ഐ എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. അപ്പൊ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ഐ ഇസ് ഈക്വൽ ടു IC ആയതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ഐ can say collector current is equal to I is equal to I. ഇപ്പൊ എന്താണ് നമ്മൾ കണ്ടത്? V ഇൻപുട്ട് ബൈ R ആണെന്ന് കണ്ട്. ഓക്കെ, ഒരു മിനിറ്റ്. സോ കളക്ടർ കറന്റ് is equal to I is equal to V ഇൻപുട്ട് ഡിവൈഡഡ് ബൈ R എന്ന് നമ്മൾ കണ്ടു. ഇനി ഔട്ട്പുട്ട് വോൾട്ടേജ് ഇസ് ഈക്വൽ ടു എന്താ കിട്ടിയത്? ഔട്ട്പുട്ട് വോൾട്ടേജ് ഇസ് ഈക്വൽ ടു മൈനസ് VBE എന്ന് നമുക്ക് മുമ്പേ കിട്ടിയ ഇക്വേഷൻ ആണ്. വാട്ട് ഈസ് ഔട്ട്പുട്ട് വോൾട്ടേജ്? ഔട്ട്പുട്ട് വോൾട്ടേജ് ഇസ് ഈക്വൽ ടു മൈനസ് VBE എന്ന് കിട്ടി. നോ VBE എന്താണ്? VBE എന്താണ്? ഈ ഇക്വേഷനിൽ നിന്ന്, ഇക്വേഷൻ നമ്പർ 1 നിന്ന് നമ്മൾ VBE കണ്ടുപിടിക്കാൻ പോവാം. ഓക്കെ, ഇക്വേഷൻ നമ്പർ 1 നിന്ന് ഓക്കെ, ഇതിനെ നിങ്ങൾ 2 എന്ന് മാർക്ക് ചെയ്തോളൂ. ഇക്വേഷൻ നമ്പർ 1 എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു നമുക്ക് കിട്ടിയത്? IC is equal to IS into E raised to VBE divided by VT ആണ്. നിങ്ങൾ രണ്ട് സൈഡിലും നാച്ചുറൽ ലോഗ് എടുക്കുവാണെങ്കിൽ ln IC is equal to ln, ഇവിടെ എന്താ കിട്ടുന്നത്? ഈ IS ഇവിടെ തന്നെ ഉണ്ടാവും. ഓർ നമുക്ക് ഒരു കാര്യം ചെയ്യാം, ഇതിനെ ഇങ്ങനെ എഴുതാം. ഞാൻ ഈ IC ഡിവൈഡഡ് ബൈ IS എന്ന് എഴുതേ ഇസ് ഈക്വൽ ടു E റൈസ് ടു VBE ബൈ VT എന്ന് എഴുതുക. എന്നിട്ട് രണ്ട് സൈഡിൽ നാച്ചുറൽ ലോഗ് എടുക്കുമ്പം ln IC ബൈ IS ഇസ് ഈക്വൽ ടു അഗൈൻ X റൈസ് ടു A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A ആ പവർ താഴെ എഴുതണം. നമ്മുടെ ലോഗറിതത്തിന്റെ റൂൾ ആണ്. ഓക്കെ, ഇൻറ്റു ln എന്ത് വരും? E വരും. X raised to A, ln X raised to A എന്ന് പറഞ്ഞാൽ A ln X ആണ്. ln E എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 1 ആണ്. ഓക്കെ, അപ്പൊ ഇതിനകത്തുനിന്ന് എന്ത് കിട്ടും നമുക്ക്? VBE എങ്ങനെ എഴുതാം? VBE is equal to VT into ln IC by IS എന്ന് എഴുതാം. ജസ്റ്റ് ഒന്ന് റീറൈറ്റ് ചെയ്ത് എഴുതിയിരിക്കുകയാണ്. ഇതിനെ ഇക്വേഷൻ നമ്പർ 3 എന്ന് വിളിക്കുക. ഇനി നിങ്ങൾ 3 എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. എവിടെയാണെന്നറിയാമോ? 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. 2 എന്താണ് കിട്ടിയത്? V0 is equal to മൈനസ് VBക്ക് വരെ ഈ മൂന്നാമത്തെ കിട്ടിയ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പൊ എന്ത് കിട്ടും? മൈനസ് VT ln IC by IS എന്ന് കിട്ടും. ഓക്കെ, കണ്ട, IC by IS എന്ന് കിട്ടും. അപ്പൊ എന്ത് കിട്ടും? ഔട്ട്പുട്ട് വോൾട്ടേജ് നമുക്ക് എന്ത് കിട്ടി? ഔട്ട്പുട്ട് വോൾട്ടേജ് ഇസ് ഈക്വൽ ടു മൈനസ് VT ln ഇൻപുട്ട് വോൾട്ടേജ് ഡിവൈഡഡ് ബൈ IS ഇൻറ്റു R. കണ്ട, അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്താ കിട്ടുന്നത്? ഔട്ട്പുട്ട് വോൾട്ടേജ് എന്തിന് പ്രപ്പോർഷണൽ ആയിട്ട് കിട്ടും? VT എന്ന് പറഞ്ഞാൽ 26 മില്ലി വോൾട്ട് ആണ്, കോൺസ്റ്റന്റ് ആണ്. IS ഇൻറ്റു R എന്നൊക്കെ പറയുന്നത് നമുക്ക് കോൺസ്റ്റന്റ് ആയിട്ട് എഴുതാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് എന്തിന് പ്രപ്പോർഷണൽ ആയിട്ട് കിട്ടും? നാച്ചുറൽ ലോഗ് ഓഫ് ഈ 1/IS ഇൻറ്റു ആറിനെ ഞാൻ K എന്ന് പറഞ്ഞ ഒരു കോൺസ്റ്റന്റ് വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണെങ്കിൽ ബ്രാക്കറ്റിൽ K ടൈംസ് B എന്ന് കിട്ടും. കണ്ടോ, ഇത് തന്നെയല്ലേ നമ്മൾ ഡയോഡ് യൂസ് ചെയ്തപ്പോഴും നമുക്ക് കിട്ടിയ ഇക്വേഷൻ. അപ്പൊ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്തായിട്ട് കിട്ടി? ഔട്ട്പുട്ട് വോൾട്ടേജ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു എന്ത്? ലോഗരിതം ഓഫ് ഇൻപുട്ട് എന്ന് കിട്ടും. കണ്ടോ, അപ്പൊ ഇതാണ് എന്ത്?
BJT യൂസ് ചെയ്തിട്ടുള്ള ലോഗ് ആംപ്ലിഫയറിന് ഔട്ട്പുട്ട്. ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയോ? അപ്പം പിന്നെ ഇവിടെ BJTക്ക് വരെ നമുക്ക് മോസ്ഫെറ്റും യൂസ് ചെയ്യാം കേട്ടോ. മോസ്ഫെറ്റ് വെച്ച് നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റും. അതിന്റെ ആവശ്യമില്ല, അത് നമുക്ക് ചെയ്ത് നോക്കണ്ട. നിങ്ങൾക്ക് തൽക്കാലം ഡയോഡും BJTയും വെച്ചിട്ടുള്ളതാണ് നമുക്ക് പഠിക്കേണ്ടത്. ക്വസ്റ്റ്യൻ ചോദിക്കുവാണെങ്കിൽ മോസ്ഫെറ്റും യൂസ് ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾ ഓർക്കണം. അപ്പൊ ഇതാണ് എന്ത് ലോഗറിതമിക് ആംപ്ലിഫയറിന്റെ അനാലിസിസ് പഠിച്ചോണം എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് എന്നുള്ളത്. അതിനകത്ത് ആ ഡയോഡ് കറണ്ട് ഇക്വേഷനും കളക്ടർ കറണ്ടിന്റെ ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിരുന്നാൽ മതി. പിന്നെ ബാക്കി ആ നോഡിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും കിട്ടിക്കോളും. അപ്പൊ ഇതാണ് ലോഗ് ആംപ്ലിഫയർ. ഇനി അടുത്ത 12 ഇത് വെച്ച് പ്രോബ്ലം ഒക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ ഞാൻ പഠിപ്പിക്കാം. ആപ്ലിക്കേഷൻ ഒന്ന് കഴിഞ്ഞിട്ട് പ്രോബ്ലത്തിലേക്ക് കയറാമെന്ന് വിചാരിച്ചു. ഓക്കെ, ഇനി 12ാമത്തെ ആപ്ലിക്കേഷൻ ഏതാണ്? അപ്പൊ ലോഗ് ആംപ്ലിഫയർ കഴിഞ്ഞു. അടുത്ത ഏതാ? നിങ്ങൾ തന്നെ പറഞ്ഞേ, ഏതായിരിക്കും? ആന്റിലോഗ് ആംപ്ലിഫയർ ഓർ ആന്റിലോഗ് സർക്യൂട്ട്. ഓക്കെ, ഓർ ആന്റിലോഗ് ആംപ്ലിഫയർ കേട്ടോ, ഏതായാലും കുഴപ്പമില്ല. പിന്നെ ഇതിന് മറ്റൊരു പേരുണ്ട്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് എക്സ്പോണൻഷ്യൽ ആംപ്ലിഫയർ എന്നും പറയും കേട്ടോ. എക്സ്പോണൻഷ്യൽ ആംപ്ലിഫയർ എന്നും പറയും. ഇനി മറ്റൊരു കാര്യം ഞാനിവിടെ പറഞ്ഞോട്ടെ. നമ്മുടെ ഈ ആംപ്ലിഫയർ, ലോഗറിതമിക് ആംപ്ലിഫയർ ശരിക്കും എന്തിനാ യൂസ് ചെയ്യുന്ന അറിയാവോ? ഇതിനെ നമ്മൾ സിഗ്നലിനെ കംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലോഗ് ആംപ്ലിഫയർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സിഗ്നലിനെ ലോഗറിതമിക് ആംപ്ലിഫയർ ഈസ് യൂസ്ഡ് ഫോർ, ഞാൻ ഇവിടെ എഴുതിയേക്കാം, ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ സിഗ്നൽ കംപ്രഷൻ. കംപ്രഷന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കും. അതായത് നമ്മുടെ ഇൻപുട്ടിൽ ഒരു വൈഡ് ഡൈനമിക് റേഞ്ച് ഓഫ് ഇൻപുട്ട് സിഗ്നൽ ആണെന്ന് വിചാരിക്കും. ഇൻപുട്ട് നല്ല ഭയങ്കര വേരിയേഷൻ ഉള്ള, അതിന്റെ ഒരു റേഞ്ച് വളരെ കൂടുതലായിട്ടുള്ള ഒരു ഇൻപുട്ട് സിഗ്നൽ ആണെന്ന് വിചാരിക്കുക. പക്ഷെ നമ്മൾ പ്രോസസ്സിങ്ങിനൊക്കെ വേണ്ടിയിട്ട് ഇത്രയും വലിയ ഒരു റേഞ്ച് നമുക്ക് പറ്റത്തില്ല. അപ്പൊ ഈ ഒരു റേഞ്ചിനെ നമുക്ക് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ, നമുക്ക് കംപ്രസ് ചെയ്ത് ഒരു ചെറിയ റേഞ്ചിലേക്കൊക്കെ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ലോഗ് ആംപ്ലിഫയർ യൂസ് ചെയ്യും. അപ്പൊ നമ്മുടെ സിഗ്നൽ എന്താവും? സിഗ്നലിനെ കംപ്രസ് ചെയ്യാനായിട്ട് നമ്മൾ ലോഗറിതമിക് ആംപ്ലിഫയർ നമ്മൾ യൂസ് ചെയ്യും.